ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വചനം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് മുൻ വീഡിയോയിൽ വചനത്തെ അറിയുക എന്ന തലത്തിൽ നമ്മൾ പറഞ്ഞത്. വചനത്തെ ക്രിസ്തുവായി തിരിച്ചറിയാതെ, ജീവിതത്തിൻ്റെ വഴിയായും സത്യമായും ജീവനായും തിരിച്ചറിയാതെ ജീവിത പ്രയോഗ വഴിയിൽ വചനത്തെ നമുക്ക് പിൻചൊല്ലാനാകില്ല. പലപ്പോഴും വചനം കേട്ട് പഠിക്കുന്നവരും ഉരുവിടുന്നവരും വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. അവിടെയൊക്കെ നാം ചെയ്യുന്നത് വചനത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ്. ദൈവവചനം ഉപയോഗിച്ചുള്ള ഒത്തിരി പ്രാർത്ഥനകൾ നമുക്കിന്ന് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും വചനം നമുക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ച് ഉപയോഗിക്കും. അത് അർത്ഥമറിയാത്തതുകൊണ്ടാണ്, അതല്ലെങ്കിൽ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ചും അതൊരു പ്രൊട്ടസ്റ്റൻ്റ് വ്യൂ ആണ്. ഒരു വചനത്തെ ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എടുത്ത് നാം പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല വചനം. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന കാര്യം ഓർക്കണം. കർത്താവിൻ്റെ നാമം എന്നാൽ ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയയെ അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കരുത്. ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി ചെന്നപ്പോൾ കുർബാനയ്ക്ക് ശേഷം, സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചൊരു പ്രാർത്ഥന. അപ്പോൾ ദേവാലയത്തിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഒട്ടുമിക്ക പേരും നമ്മെ അറിയുന്നവരാണ്. സമീപത്തുള്ള നഗരത്തിലെ ഒരു ദേവാലയമാണ്. അപ്പോൾ അവരുടെ പള്ളിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ പ്രാർത്ഥനയിലും കൂടെ പങ്കുകൊള്ളാൻ തീരുമാനിച്ചവിടെ നിന്നു. പ്രാർത്ഥന തുടരുമ്പോൾ അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ദാവീദിനോട് ആരെനിക്കായി ഒരു ദേവാലയം പണിയും എന്ന് ചോദിച്ച കർത്താവേ, ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തെ അനുഗ്രഹിക്കണമേ. യഥാർത്ഥത്തിൽ ദാവീദ് ഒരു ദേവാലയം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. ജെറുസലേം ദേവാലയം ദൈവത്തിൻ്റെ ആഗ്രഹമല്ല, രാജാവിൻ്റെ ആഗ്രഹമാണ്. എന്താണ് രാജാവിന് അങ്ങനെ ആഗ്രഹം തോന്നാൻ കാരണം? രാജാവ് വലിയ മാളികയിൽ താമസിക്കുന്നു, ദൈവമാകട്ടെ ഒരു കൂടാരത്തിൽ. അങ്ങനെ ദൈവം കൂടാരത്തിലായിരിക്കുന്നത് തനിക്കൊരു വില കുറച്ചിലാണെന്ന് കണ്ടിട്ടാണ് ദാവീദ് ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും അങ്ങനെയാണല്ലോ. സ്ഥലത്തെ പ്രമാണികൾക്കും വലിയ ആളുകൾക്കും തങ്ങളുടെ ദേവാലയം ചെറുതായിരിക്കുന്നതിൽ അതൃപ്തി തോന്നുമ്പോഴാണ് 75 കോടിയും 80 കോടിയൊക്കെയുള്ള വലിയ ദേവാലയങ്ങൾ നമ്മൾ ഉയർത്തുക. അതല്ലാതെ ദൈവജനമാണ് ദേവാലയം എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടല്ല. നമ്മുടെ ശരീരമാണ് ദേവാലയം എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. പക്ഷെ നമ്മൾ ആവർത്തിക്കുന്നത് ദാവീദിൻ്റെ മനോഭാവമാണ്. അതുപോട്ടെ. അപ്പം അങ്ങനെ ഈ പ്രാർത്ഥന തുടരുമ്പോൾ അതിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരെനിക്ക് ആലയം പണിയും എന്ന് ദാവീദിനോട് ചോദിച്ച കർത്താവേ, ഞങ്ങൾക്ക് ഈ ദേവാലയ നിർമ്മാണത്തിന് അനുഗ്രഹങ്ങൾ നൽകണമേ. ഈ ആരെനിക്കായി ദേവാലയം നിർമ്മിക്കുമെന്ന് കർത്താവ് ചോദിക്കാൻ കാരണം എന്താ? ദാവീദ് തൻ്റെ ഈ ആഗ്രഹം കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്: ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, ആരെനിക്ക് ആലയം പണിയും? നീ ഇതിന് മതിയായവനല്ല, എന്നെ ഉൾക്കൊള്ളുന്നൊരു ദേവാലയം നിർമ്മിക്കാൻ നിനക്ക് കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ നിഷേധാത്മകമായി വിരുദ്ധോക്തിയിൽ കർത്താവ് ഉപയോഗിച്ച ചോദ്യമാണ് ആരെനിക്കായ ഒരു ആലയം പണിയും. നമ്മൾ അതിൽ നിന്ന് ആ വചനം മാത്രം എടുത്തിട്ട് നമ്മുടെ മനസ്സിലെ ഇഷ്ടത്തിനനുസരിച്ച് അത് അതിൻ്റെ അടിയിൽ എഴുതി ചേർത്തു. ഇത് വചനപ്രയോഗമല്ല, വചനദൂഷണമാണ്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് കർത്താവിനോട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ആരാണ് ഈ കർത്താവിനോട് എതിർക്കുന്ന സ്വഭാവമുള്ളവൻ ആരാ? മക്കളുണ്ടാകാൻ വേണ്ടി ദമ്പതികൾ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം 128:2 മക്കൾ ദൈവദാനമാണെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഈ ദാനം നൽകണമേ. എന്ത് പറയാൻ വേണ്ടിയാണ് സങ്കീർത്തകൻ അത് പറഞ്ഞത്? എങ്ങനെയാണ് മക്കളെ കാണേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ അത് മക്കൾ ദൈവദാനമാണ്. ഇപ്പോൾ മക്കളില്ലാത്തവരൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്ന നില വരും. അപ്പോൾ വചനത്തെ ഇങ്ങനെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്ന രീതി യഥാർത്ഥത്തിൽ വചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അതിൻ്റെ അർത്ഥത്തിലേക്ക് തിരിയാത്തത് കൊണ്ടാണ്. അർത്ഥത്തിലേക്ക് തിരിയാതെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെങ്കിൽ ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനുള്ള ഒരു ഉപകരണമായിട്ട് മാറും. ഇന്നങ്ങനെ മാറുന്നുണ്ട്. ദൈവവചനം പറഞ്ഞാൽ, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ സംപ്രീതനാക്കിയാൽ ദൈവം നിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തരും, അത് അച്ചും പുള്ളിയും മാറാതെ ചെയ്തു തരും എന്ന് പറയുന്നിടത്ത് ദൈവമെന്ന പരമ നന്മയെ നമ്മുടെ കൂട്ടിലടച്ചൊരു കിളിയാക്കി മാറ്റാണ്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വചനത്തെ നാം പ്രയോഗിക്കേണ്ടത് വചനത്തെ അറിഞ്ഞ് അതിൻ്റെ ആന്തരികാർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ ആന്തരികാർത്ഥത്തെ ഉൾക്കൊള്ളുന്ന കാര്യം വിതക്കാരൻ്റെ ഉപമയിൽ വളരെ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 4 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ വചനത്തിൻ്റെ ഉപമയാണ് നമ്മൾ കേൾക്കുക. 4-ാം തിരുവചനം പറയുന്നത് വിതക്കാരൻ വിതച്ച വിത്ത് വഴിയരികിൽ വീണ കാര്യത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് വഴിയരികിൽ വിത്ത് വീഴുക? വിതക്കാരൻ വിതയ്ക്കുന്നത് നിലത്താണ്. അതായത് അവിടെ നിലം നമ്മുടെ മനസ്സാണ്. മനസ്സിലേക്കാണ് വിത്തുകൾ വിതറുക, ദൈവവചനം വിതറുക. ആ വചനത്തെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് സംഗ്രഹിക്കുക? സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് 10 കൽപ്പനയാണല്ലോ നമുക്കുള്ളത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ, മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ വായിക്കും. ഈ 10 കൽപ്പനകളെ നമുക്ക് സംഗ്രഹിക്കാൻ പറ്റൂ? 10 കൽപ്പനകളെ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സത്തെടുക്കുക. നമ്മൾ പണ്ട് പരീക്ഷയ്ക്കൊക്കെ 90 വാക്കുള്ള ഒരു പാസേജ് എന്നിട്ട് 3-1 സംഗ്രഹിക്കുക എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിലെ വാക്യങ്ങളൊന്നും പ്രധാനപ്പെട്ട വിട്ടുപോകാതെ അത് 3 വാക്യമാക്കി ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവിടെ ആവശ്യപ്പെടുന്നത് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന്, അതിൻ്റെ സത്ത് എന്താണെന്ന് എഴുതാനാണ്. അത് ഈ പറഞ്ഞ 30 വാക്കിൽ എഴുതണം. യേശു ഈ 10 കൽപ്പനയെ 2 സംഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 28, 29 തിരുവചനങ്ങളിലായിട്ട് കർത്താവ് ഈ വചനത്തെ ചുരുക്കി 2 കൽപ്പനയാക്കി സംഗ്രഹിക്കും. ആ കൽപ്പനകളുടെ മുഴുവൻ സാരാംശം ഈ 2 മാത്രമേ ഉള്ളൂ. അതിത്രയാണ്: നീ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇനിയും അത് സംഗ്രഹിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞതല്ലേ, ഇനി സംഗ്രഹിക്കാൻ നമ്മളില്ല എന്ന് പറയണ്ട. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കും, എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് അവൻ നിങ്ങളോട് സംസാരിക്കും. വീണ്ടും അത് സംഗ്രഹിക്കാൻ പറ്റും. എങ്ങനെയാണ്? സ്നേഹിക്കുക എന്ന ഒറ്റ വാക്കിലേക്ക് അത് ഒതുങ്ങും. ആ സ്നേഹിക്കുക എന്ന ഒറ്റ വാക്കിൽ ക്രിസ്തുവാണ് പ്രകാശിക്കുന്നത്. കാരണം ക്രിസ്തു പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ ഭാവാർത്ഥം, പരിപൂർണത നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഇനി സ്നേഹിക്കുക എന്നതാണ് പരമമായ നന്മ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുക എന്ന ഈ മൂലത്തിലേക്ക്, അതിൻ്റെ സാരത്തിലേക്ക് എത്തിച്ചേരും വിധം ഹൃദയം ഉണരുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് വീഴുന്ന വചനം ഫലപ്രാപ്തിയിലെത്തില്ല. അപ്പം മനസ്സാണ് നിലം, അവിടെ വിത്ത് വിതയ്ക്കുന്നു, ദൈവവചനം വിതയ്ക്കപ്പെട്ടു. ദൈവവചനം സമസ്ത സൃഷ്ടികളോടും പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു. യേശുവാണ് ആ വചനം. ആ വചനം പ്രഘോഷിക്കപ്പെട്ടു. ആ വചനം ഭൂമിയിൽ അവതരിച്ചു, മാംസമായി വന്നു, ജീവിച്ചു. ശരീരത്തിനകത്ത് അവൻ ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മെ എത്തിച്ചു. ശരീരത്തിനകത്ത് വസിക്കുന്ന ദൈവത്തെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി. അങ്ങനെ ദേവാലയമായി ക്രിസ്തുവിൻ്റെ പ്രകാശമായി ജീവിക്കുന്ന നമ്മുടെ ജീവിതം ഈ വചനത്തെ ഗ്രഹിക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുക. അപ്പം അവിടെയാണ് ഒന്നാമത്തെ സ്ഥലം, വഴിയരിക്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ബോധ്യവും കാഴ്ചപ്പാടും ഉണ്ട്. നാം ഒരു വഴി തീരുമാനിച്ചിട്ടുണ്ട്. നാം ഒരു വഴി തീരുമാനിച്ചിരിക്കെ നമുക്കൊരു വഴി അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊരു വഴിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് താല്പര്യമുണ്ടാവും. സ്വന്തമായ ഈ താല്പര്യം വഴിയായി സ്വീകരിച്ചിട്ടുള്ള ഒരാളോട് മറ്റൊരാൾ ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞാൽ അയാൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതുകൊണ്ട് നാം നമ്മുടെ വഴിയെ നടക്കൂ. താങ്കളുടേതായ ഒരു വഴി എല്ലാവർക്കും ഉണ്ട്. ജീവിത ദർശനം എന്ന് പറയാവുന്നൊരു വഴി. അങ്ങനെ ജീവിത ദർശനമായി ജീവിതത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാൾ, ഇപ്പം സമ്പത്തുണ്ടാക്കുന്നതാണ് വലിയ കാര്യം, സമ്പത്താണ് ലോകത്ത് പ്രധാനം. ചിലർ പറയുമല്ലോ, പണമില്ലാത്തവൻ പിണമാണ്. ദൈവവചനം പറയുന്നത് വേറെയാണ്. ദൈവവചനം പറയുന്നത് വചനം സ്വീകരിക്കാത്തവനാണ് പിണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാമെന്നാണ്. പക്ഷേ
ഇവിടെ നാം ഒരു നിലപാടെടുത്തിട്ടുണ്ട്, പണമില്ലാത്തവൻ പിണമാണ്. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ക്രിസ്തു ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. നിനക്കുള്ള വിറ്റ് ദരിദ്രന് കൊടുക്കാൻ പറഞ്ഞാൽ പണമാണ് പ്രധാനമെന്ന് കരുതുന്ന ആൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്ക്. രക്ഷ, നമ്മളെല്ലാവരും പറയുന്ന വാക്കാണല്ലോ രക്ഷ, രക്ഷപ്പെടണം. എവിടേക്കാണ് രക്ഷപ്പെടേണ്ടത്? അമേരിക്കയ്ക്ക്. നമുക്ക് രക്ഷയെ കുറിച്ച് ഒരു സങ്കല്പമുണ്ട്. യേശുക്രിസ്തുവിലാണ് രക്ഷ, അവൻ ഏകരക്ഷകനാണ് എന്നൊക്കെ പറയുമ്പോഴും രക്ഷയുടെ അടയാളമായി നമ്മൾ കാണുന്നത് എന്തിനെയാണ്? സൗഭാഗ്യത്തെയാണ്. വലിയ വീടുള്ളവൻ, നല്ല ജോലി കിട്ടിയവൻ, സമ്പത്താർജിച്ചവൻ, പ്രശസ്തനായവൻ, അവനൊക്കെ രക്ഷപ്പെട്ടു പോയില്ലേ എന്നാണ് നമ്മൾ പറയണേ. സമ്പത്ത് ഒരിക്കലും രക്ഷയ്ക്ക് കാരണമാവില്ലെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷയെക്കുറിച്ച് ഇങ്ങനൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യമുള്ളവരാകണം, നിങ്ങൾക്കുള്ളവ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണം, തലചായ്ക്കാൻ ഇടമില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന വചനം കേട്ടാൽ ആ വചനം മനസ്സിനകത്ത് കിടക്കുമോ അല്ലെങ്കിൽ ഈ വഴിയുടെ പുറത്ത് കിടക്കുമോ? അത് വഴിയരികിലേ വീഴൂ. കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കിടക്കാണ് ദൈവവചനമൊക്കെ. അതുകൊണ്ടാണ് വചനം വേറെ വഴിക്ക് കിടക്കും, നമ്മൾ വേറെ വഴിക്ക് നടക്കും. അങ്ങനെ വേറെ വഴിക്ക് നടക്കുന്ന നമുക്ക് ഈ വചനത്തെ സ്വീകരിക്കാൻ കഴിയില്ല. അത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്ന പറയണേ. ഹെനോക്കിന്റെ പുസ്തകത്തിൽ ഈ പക്ഷികളെ സാത്താനായിട്ട് ഉപമിക്കുന്നുണ്ട്. അതുകൊണ്ട് സാത്താനാണ് കൊത്തിയെടുക്കുന്നതെന്ന് തുടർന്ന് വരുന്ന വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം. ഈ വ്യാഖ്യാനമൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ് എന്ന അഭിപ്രായമുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വഴിയരികിലായി പോകുന്ന വിത്ത് ലോകം വന്ന് നമ്മളിൽ നിന്ന് നീക്കം ചെയ്യും. ലോകശക്തികൾ, ലോകത്തിൻ്റെ താല്പര്യങ്ങൾ അവ നീക്കം ചെയ്യും. അതുകൊണ്ട് ഈ വിത്ത് മുളയ്ക്കില്ല, ഈ വിത്ത് ഉപയുക്തമാകില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം, വചനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നുണ്ടോ? ഇതെന്നെ സ്പർശിക്കുമോ? ഇതനുസരിച്ച് നിലപാടെടുക്കാൻ എനിക്ക് പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്, നമ്മൾ വചനത്തെ കണ്ണടച്ച് സ്വീകരിക്കുകയല്ല വേണ്ടത്, വചനത്തെ നേർക്കുനേർ മുഖാമുഖം നിന്ന് വചനത്തോട് ഏറ്റുമുട്ടണം. ചിലർ പറയുന്ന കണ്ണടച്ച് വിശ്വസിക്കണമെന്നാ. ഈ കണ്ണടച്ച് വിശ്വസിക്കുന്നതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു മുട്ട അങ്ങനെ തന്നെ എടുത്ത് വിഴുങ്ങിയാൽ നടക്കുമോ? ചവച്ച് തിന്നേണ്ടി വരും. സാധാരണ നമ്മൾ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദയ്ക്ക് ചവച്ച് കഴിക്കണം, ഉമിനീര് കൂട്ടി കഴിക്കണം. അങ്ങനെ കഴിച്ചാലേ ദഹിക്കുള്ളൂ എന്നാണ് പറയാം. ഈ ചവച്ച് ഉമിനീര് കൂട്ടി കഴിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? ചവയ്ക്കുക എന്നാൽ അതിനെ ഉടയ്ക്കണം, അതിൻ്റെ ബാഹ്യരൂപത്തെ ഉടയ്ക്കണം. പലപ്പോഴും ക്രിസ്തു പറഞ്ഞ പല വചനങ്ങളും വിരുദ്ധോക്തിയിലാണ്. നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്, നേരെ എതിർ ദിശയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാനാങ്കാരി വിധവയുടെ കൊച്ചുമകളെ സുഖപ്പെടുത്തുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഈശോ പറയുന്നത്, അവളോട് പറയുന്നത് മക്കൾക്കുള്ള ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ലെന്നാ. നായ്ക്കളെന്ന് അവിടെ എന്തിനാ കർത്താവ് അങ്ങനെ പറയണേ? മക്കൾക്കുള്ള ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ. എനിക്ക് വളരെ വിഷമം തോന്നിയ കാര്യമാണ്. ഇത്ര പരമകാരുണികനായ ദൈവം ഈ ഭൂമിയിൽ തന്നെ അർപ്പിക്കാൻ വന്നിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ കൊച്ചുമകളെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് നീ നായ്ക്കളോട് തുല്യമാണെന്നാ. അങ്ങനെ പറയാമോ? യേശു അങ്ങനെ പറയുമോ? അത് വിരുദ്ധോക്തി പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? ശിഷ്യന്മാരുടെ മനസ്സിനകത്തുള്ള ഒരു ചിന്ത അതാണ്. അവരൊക്കെ യഹൂദരാ. അവരുടെ മനസ്സിനകത്ത് കാനാൻകാരി ഒരു നായ്ക്ക് സമാനമായ സ്ത്രീയാ. അവർ തന്നെയാണ് പറഞ്ഞത്, ഇവളൊന്നും പറഞ്ഞയച്ചാലും, അവൾ കുറേ നേരമായല്ലോ പുറകെ നടക്കുന്നു, അവളൊന്നും പറഞ്ഞയച്ചാലും. യേശു പറയുന്നത് മക്കൾക്കുള്ള ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല. എന്തിനാണ്? ഒരു ഉത്തരം അതിൽ നിന്ന് ഉരുത്തിരിയണം. അവൾ നായല്ല എന്ന് ഉരുത്തിരിയണമെങ്കിൽ യേശു വിരുദ്ധോക്തിയിലാണ് പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ചു. അപ്പൊ സ്ത്രീ മറുപടി പറഞ്ഞു വിശ്വാസത്തിൽ. മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം കൊണ്ട്, അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കുട്ടികളും വിശപ്പടക്കുന്നുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു ഇവളുടെ വിശ്വാസം വലുതാണ്. കണ്ടോ?
അപ്പോൾ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഈ കാനാൻകാരിയെക്കുറിച്ച് യഹൂദർക്കുണ്ടായിരുന്ന മനോഭാവം, നായ്ക്കളുടെ ഉപമിക്കുന്ന ആ മനോഭാവത്തെ ക്രിസ്തു മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. വിരുദ്ധോക്തി പ്രയോഗമാണ്. യേശുവിൻ്റെ പ്രയോഗത്തെ നേർക്ക് നേരെടുക്കുകയല്ല, അതെന്തുകൊണ്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ വഴിയരികിൽ വീണ വിത്ത് യഥാർത്ഥത്തിൽ ലോകം എടുത്തുകൊണ്ട് പോകും. വെറും വിജ്ഞാനം, അറിവ്, നമ്മൾ അങ്ങനെയാണല്ലോ സ്വീകരിക്കണേ. ബൈബിളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പ്രായോഗികമല്ല. വിവാഹമോചനം നടത്തിയ ഒരു സഹോദരനോട് നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഭക്തനായി പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, വചനം നിന്നെക്കാരും നന്നായിട്ട് പറയാൻ എനിക്കറിയാം, ഇതൊന്നും പ്രാക്ടിക്കലല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവവചനം പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കൽ നോളജ് വേറെ ഉണ്ട്, വചനമാകുന്ന ക്രിസ്തു വേറെയാണ്. ആ ക്രിസ്തുവിനെ അതിൻ്റെ അകക്കാമ്പായി കണ്ട്, എല്ലാ പ്രവൃത്തികളുടെയും അകക്കാമ്പായ സ്നേഹമായി കണ്ട് സ്വീകരിക്കാൻ, കാരുണ്യമായി കണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ വചനത്തെ തള്ളുന്നവരായിട്ട് മാറും. അത് ലോകം എടുത്തുകൊണ്ട് പോകും. നല്ല വചനമാണ്, നമ്മൾ പറയണതാണല്ലോ, നല്ല ഐഡിയോളജിയാണ്, നല്ല ദർശനമാണ്, പക്ഷെ പാലിക്കാൻ പറ്റില്ല. പാലിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളൂല്ലെന്ന് അതിനർത്ഥം. ഇപ്പം കാരുണ്യമാണ് ദൈവം, നമ്മൾ കേൾക്കണമല്ലേ? നമുക്കൊരു കാരുണ്യമില്ല, എന്നിട്ട് നമ്മൾ പറയണം ഇതൊക്കെ പറയാൻ കൊള്ളാം. അതിനർത്ഥം എന്താ? കാരുണ്യം പാഴാണെന്നാണ്. യഥാർത്ഥത്തിൽ കാരുണ്യമില്ലാത്ത ദൈവം പാഴാണ്, ആ സങ്കല്പം പാഴാണ്. പക്ഷെ ഇവിടെ പറയുന്നത് കാരുണ്യം പാഴാണെന്നാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ടാറ്റേ പറ്റുമോ? നമുക്ക് പറ്റും. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുകൊണ്ട്. വേണമെന്ന് വെച്ചാൽ, മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ പറ്റും എന്നാണ് റോമർ വചനം പറയുക. അങ്ങനെ മനസ്സ് വെച്ചാൽ പാലിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആളോട് നമ്മൾ പറയുന്നത് ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ, വചനത്തെ നമ്മൾ ഉൾക്കൊണ്ടില്ല. വചനത്തെ ഒരു ലോക അറിവായി, കേവല അറിവായി തള്ളി. ഈ പരിപാടിയാണ് വഴിയരികിൽ വീണ വിത്ത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവവചനം വഴിയരികിൽ വീണ വിത്താണോ? വചനത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ അകത്തേക്ക് വരുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തുവാകുന്ന വചനം, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ അറിയുക. ആ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കൊള്ളാമോ, കഴിയുമോ, അതെനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങനൊരു വിചിന്തനം ആവശ്യമായിട്ട് വരും. അപ്പോൾ വഴിയരികിൽ വീണ വിത്ത് ഇതാണ്. രണ്ടാമത്തെ ഭാഗം പാറപ്പുറത്ത് വീണ വിത്താണ്. ഇതൊക്കെ നമ്മളിൽ തന്നെയുള്ള അവസ്ഥയാണ് കേട്ടോ. ഇത് തേടി നമ്മുടെ കൂടെയുള്ളവരെ ഒന്നും അന്വേഷിക്കരുത്. കാരണം അങ്ങനെയാണുള്ളത്. നമ്മൾ വചനം കേട്ട് നമ്മൾ ഉടനെ നോക്കണേ ആരെയാ? തൊട്ടടുത്തുള്ള ആളെയാ. ഇയാളിത് പാലിക്കലുണ്ടോന്നാ. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി ഇയാളതൊക്കെ പറയണ്ട, ഇയാൾ പാലിക്കലുണ്ടോ? അവനവനിലേക്ക് മാത്രം നോക്കാനാണ്. വ്യക്തിപരമായ സംഭാഷണമാണ്. ദൈവം വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുന്നു. ആ വ്യക്തിപരമായി എന്നോട് ഏറ്റവും രഹസ്യമായി എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് വചനത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പുറത്തുള്ളവരിലാണ് അത് കാണുന്നത്. അതുകൊണ്ട് ഭാര്യ ചെന്നിട്ട് വചനം കേട്ടാൽ നിശ്ചയമായിട്ടും ഭർത്താവിനെ ഉപദേശിക്കും, ഞാനിന്ന് കേട്ട വചനത്തിൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്. നിന്നെ ആരും അത് ഏൽപ്പിച്ചിട്ടില്ല. നീ വചനം കേട്ടോ, ആ വചനം നിന്നെ സ്പർശിക്കുമോ, നിന്റെ ഹൃദയത്തിൻ്റെ വഴിയായിട്ട് എടുക്കുമോ, നിന്റെ ജീവിത ദർശനമായിട്ട് അതിനെ നീ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് പാറപ്പുറമാണ്. കഠിന ഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാറ പോലുള്ള ഹൃദയമുള്ള മനുഷ്യർ. നമ്മൾ സാധാരണ അത് പറയാറ് അർത്ഥ കുപ്പ് വയ്ക്കാത്തവർ, ആരോടും കാരുണ്യമില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറയും ഇവനൊരു പാറ പോലുള്ള ഹൃദയമാണ്. എല്ലാ പാറയും ഉടയും. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയുമല്ലേ. ഹൃദയത്തെ തകർക്കുന്ന ഒന്നാ വചനം. അപ്പോൾ വചനം ഹൃദയത്തിനകത്ത് വീഴുമ്പോൾ ഈ പാറയ്ക്കൊരു സ്വഭാവമുണ്ട്. പാറയ്ക്കധികം മണ്ണില്ല, അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് മുളയ്ക്കും. വചനം കേട്ടൊക്കെ ചെല്ല് പറഞ്ഞിട്ടില്ലേ, എന്താ വചനം, അതങ്ങ് കേട്ടപ്പോൾ കുളിര് വന്നു പോയി. ഭയങ്കര അനുഭവമായിരുന്നു. കൊള്ളാമോ? പിന്നെ ഉഗ്രം വചനമാണ്. പാലിക്കുമോ? അത് നിങ്ങൾ എടുക്കില്ല. അതെടുക്കാത്ത ഇത് പറഞ്ഞ പോലെ അത് പെട്ടെന്ന് മുളച്ചു പൊന്നും, പക്ഷേ അതപ്പം തന്നെ പോകും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരു ധ്യാനം കൂടിയാൽ എത്ര ദിവസം നിൽക്കുക സ്പിരിറ്റ്? ഒരു ധ്യാനം കൂടി ഒരു 15 ദിവസം കൊണ്ട് ഈ സ്പിരിറ്റ് ഇറങ്ങിപ്പോകും. 15 ദിവസം കൊണ്ടാണ് ശുഷ്കാന്തി. പിന്നെ ഇല്ല. കാരണം അത് പാറപ്പുറത്ത് വീണ വചനമാണ്. കേൾക്കുമ്പോൾ ഇമ്പകരമായിട്ട് തോന്നും, കേൾക്കുമ്പോൾ ഭയങ്കര ശക്തിയായിട്ട് അനുഭവപ്പെടും, പക്ഷേ അത് ജീവിത പ്രയോഗ വഴിയിൽ സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് പാറ പോലുള്ള ഹൃദയം.
അപ്പം അങ്ങനെ പാറ പോലുള്ള ഹൃദയമാണോ വചനം സ്വീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? എന്താണ് ഈ പാറ പോലുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത? ഒരു ജീവിത നിലപാടുണ്ട്, ഒരു ഉറപ്പുണ്ട്. ആദ്യം തന്നെ വചനത്തെ തള്ളിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് തള്ളിയിട്ടുണ്ട്. എന്നാൽ കേൾക്കുമ്പോൾ അത് ഇമ്പമാണ്, പറയുമ്പോൾ അത് ഹൃദയത്തെ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി അതിനെ മുളപ്പിക്കും. പക്ഷേ വേരില്ലാത്തതിനാൽ അകത്തേക്ക് വിദ്വേഷത്തിൻ്റെ വേരുകളൊക്കെ വളർന്ന് മുറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത് അകത്തേക്ക് പ്രവേശിക്കില്ല, അത് ഉണങ്ങിപ്പോവും. മൂന്നാമത്തെ ഭാഗം മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. സാമാന്യമായി സംഭവിക്കുന്നത് മുള്ളുകൾക്കിടയിൽ വിത്ത് വീഴുന്ന അനുഭവമാണ്. അപ്പോൾ നിങ്ങളോട് ധൈര്യമായിരിക്കൂ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം നിങ്ങൾക്ക് നൽകുന്നവനാണ് അവിടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. പിന്നെ എപ്പോഴാണ് കുഴപ്പമെന്ന് വെച്ചാൽ, കുഴപ്പം ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോഴാണ്. പ്രയാസം തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. അപ്പം നമ്മൾ ഈ മുള്ളുകൾ വന്ന് നമ്മളെ ഞെരിക്കും. ജീവിത വ്യഗ്രത, ആകുലത, അവയൊക്കെ ഞെരിച്ചു കളയുമ്പോൾ വചനം അകത്ത് കയറിയത് ഞെരുങ്ങിപ്പോകും. വചനത്തെ ആവശ്യങ്ങളും വ്യഗ്രതകളും ദ്രവ്യാസക്തിയും ഒക്കെ കൂടി മൂടിക്കളയും. അത് നിഷ്ഫലമായി തീരും. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ജീവിതം പ്രതികൂലമാകുന്ന സമയത്ത് വചനത്തെ ഉറയ്ക്കാൻ പറ്റുമ്പോഴാണ് വചനം യാഥാർത്ഥ്യമുള്ളതായിട്ട് മാറുക. പക്ഷെ വചനത്തെ ജീവിത പ്രതിസന്ധികൾ ഞെരുക്കുന്നു എന്ന് പറഞ്ഞാൽ, സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് വന്നാൽ, സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ തെറ്റുകളിൽ അകപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ ലോകം ഞെരുക്കുന്നു. അങ്ങനെ വചനത്തെ ഞെരുക്കുന്നവരുണ്ട്. അത് എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ പെട്ടത് തന്നെയാണത്. അപ്പം അതുകൊണ്ട് വചനം ഇങ്ങനെ ഞെരുങ്ങിപ്പോകുന്നുണ്ടോ? അകത്ത് വീണ വചനം ഫലം പുറപ്പെടുവിക്കാനാകാത്ത വിധം എൻ്റെ ആകുലതകൾ കൊണ്ട് ഞെരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. നാലാമത്തത് നല്ല നിലത്ത് വീണ വിത്താണ്. നല്ല നിലം എന്ന് വെച്ചാൽ എന്താ? നല്ല നിലം സ്വന്തം അഭിപ്രായങ്ങളെ മാറ്റിയ നിലം, സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെച്ച നിലം. നീ എന്തു പറയുന്നു എന്നത് കേൾക്കാനായി ശ്രദ്ധാപൂർവം ഹൃദയം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാവുന്ന ഹൃദയം. അങ്ങനെയുണ്ടോ? എൻ്റെ അഭിപ്രായങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ എനിക്ക് വേറൊരാളുടെ അഭിപ്രായം കേൾക്കാൻ പറ്റൂ. എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ മാത്രമേ വേറൊരാളുടെ ഇഷ്ടങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഞാനെന്ന ബോധം എവിടെ അവസാനിക്കുന്നു അവിടെ മാത്രമേ അവരൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂ. ഞാൻ പ്രബലനായിരിക്കുമ്പോൾ അവരൻ എൻ്റെ മുൻപിൽ ഒന്നുമല്ല തന്നെ. അപ്പം അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് അതൊക്കെ എടുത്തു കളഞ്ഞ് ഹൃദയത്തെ നിർമ്മലമാക്കുമോ? നിർമ്മലം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം സ്നേഹിക്കുക എന്നത് നല്ലതാണ്, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളത് നല്ലതല്ല. അത് എന്താണത്? കളങ്കമാണ്. നമ്മൾ പൂക്കടായിട്ട് മാറുകയാണ്. അപ്പം അതുപോലെ എൻ്റെ അകത്ത് വീഴുന്ന വചനത്തെ ഞെരുക്കാൻ തക്കതായ ഒന്നുമില്ലാത്ത രീതിയിൽ എൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയൊക്കെ മാറ്റി വചനം ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേണ്ടി ദാഹിക്കുന്നതാക്കി മാറ്റിവെക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ ഹൃദയം സന്നദ്ധമാകുക. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെയല്ലല്ലോ നമ്മൾ കർത്താവിൻ്റെ സന്നിധി ഇരിക്കുന്നത്, ദേവാലയങ്ങളിൽ പോകുന്നത്, വചനം കേൾക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പ്രബലമാക്കി നിർത്തിയിട്ട് ഈ ഇഷ്ടങ്ങൾക്ക് വെള്ളവും വെളിച്ചവും നൽകണമെന്ന് പറഞ്ഞല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അതല്ലാതെ നിന്റെ വചനമാകുന്ന വിത്തിൻ്റെ അകത്ത് വീഴണമെന്ന ആഗ്രഹത്തോടു കൂടിയാണോ ധ്യാനം കൂടുന്നത്? അപ്പം അതുകൊണ്ട് നല്ല നിലമാക്കി മാറ്റുക. ഇനി നല്ല നിലമാക്കി മാറ്റിയാൽ അവിടെ ഉണ്ടാകുന്ന വിളയ്ക്ക് ഒരു കണക്ക് പറയുന്നുണ്ട് കർത്താവ്. 30 മേനി 60 മേനി 100 മേനി. 30 മേനി 60 മേനി 100 മേനി. അതെങ്ങനെയാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകുക, ഫലം പുറപ്പെടുവിക്കുന്നതിന് മാറ്റം ഉണ്ടാകുക? ദൈവത്തിൻ്റെ വചനമാണ്. ഏശയ്യാപ്രവാചകൻ 55:10-11 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും വീഴുന്ന പോലെയാണ്. സസ്യങ്ങൾ മുളപ്പിക്കും, അത് വിത്തും ഭക്ഷിക്കാൻ ധാന്യവും നൽകും. എൻ്റെ വചനം അതിൻ്റെ ഉദ്ദേശം നിറവേറ്റും, അതൊരിക്കലും ഫലരഹിതമായി തിരിച്ചു പോവുകയില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഏശയ്യാപ്രവചനം പറയുന്നുണ്ട്. അങ്ങനെയുള്ള വചനം നമ്മുടെ അകത്ത് വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 തരത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത്? അതിന് കാരണം നമ്മുടെ അകത്ത് സമർപ്പണത്തിനനുസരിച്ചാണ് വിത്ത് ഫലം പുറപ്പെടുവിക്കുക. റോമൻ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം, 1-2 തിരുവചനങ്ങളിൽ, ആ തിരുവചനങ്ങൾ ഇങ്ങനെ 1-ാം തിരുവചനത്തിൽ പറയും, നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും
ദൈവത്തിന് പ്രീതികരവുമായ അർപ്പണമാണ് യഥാർത്ഥമായ ആരാധന. നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ അർപ്പണമാണ് ആരാധന. തുടർന്ന് വചനം നമ്മോട് പറയുന്നത്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നതായി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചൈതന്യത്താൽ നിറയും, ദൈവവചനത്താൽ നിറയും. ദൈവവചനത്താൽ നിറയുമ്പോൾ അവിടെ നല്ലതും ഉചിതവും പ്രീതിജനകവുമായത് ഫലമുണ്ടാവും. അതെന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. എന്താണ് നല്ലത്? 30 മേനിയ നല്ലത്, കോമൺ ഗുഡ് നല്ലതാ, ചെയ്യുന്നതൊക്കെ നല്ലതാ, കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉചിതം എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞതുപോലെ ഉചിതമായി പ്രവർത്തിക്കുകയാണ്. ആരോട്? നീയും ഇതുപോലെ ചെയ്താൽ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ കായേനും ആബേലും ബലിയർപ്പിക്കുന്ന സമയത്ത് ദൈവം പറയുന്നുണ്ട്, കായേൻ ആബേലിനോട് അസൂയ തോന്നി കൊല്ലുന്നതിന് മുൻപ് കായേന്റെ മുഖം വാടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ചോദിക്കുന്നുണ്ട്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. അപ്പൊ അവിടെ ഉചിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉടമാവകാശം ദൈവത്തിന് കൊടുക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെയാണെങ്കിൽ 60 മേനി. ഇനി 100 മേനിയുണ്ട്. 100 മേനി ആബേലിൽ നിൽക്കില്ല, 100 മേനി ക്രിസ്തുവിലാണ്. തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ അർപ്പണമാണ് പ്രീതികരമായ ബലി. നമുക്ക് പ്രീതികരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് പ്രീതികരമായി നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ അർപ്പിച്ച ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിൽ കാണാനാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറയാവുന്ന മനോഭാവത്തിലേക്ക് എത്തിച്ചേരാനാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്നാൽ പ്രീതികരമാവും. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ഈ 4 നിലത്തിൽ ഏത് നിലമാണ് നമ്മുടേത്? ഈ 3 ഫലപ്രാപ്തിയിൽ ഏത് ഭാഗത്താണ് നമ്മുടെ ഫലപ്രാപ്തി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. വചനം കണ്ണടച്ച് വിശ്വസിക്കരുത്. കണ്ണടച്ച് വിശ്വസിക്കാനുള്ളതല്ല, വചനത്തെ അതിനകക്കാമ്പിലേക്ക് ഇറങ്ങി ആ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ. വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിൻ്റെ പുറന്തോട് അഴുകണം. ഭാഷ ഒരു പുറന്തോടാണ്. ആ പുറന്തോടഴുകി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അകമേയുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ വചനം നിങ്ങളിങ്ങനെ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കാകെ പ്രശ്നം ഉണ്ടാകും, അപകടം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് പരിപാടിയാണ്? അത് വചന നിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ വചനം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളവയെല്ലാം എടുത്തു മാറ്റും എന്നാണ് പറയണേ. പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ടാ. നമുക്ക് തന്നിട്ടുള്ള ഒന്നും എടുത്തു മാറ്റാൻ ദൈവത്തിന് താല്പര്യമില്ല. ഇതൊന്നും എടുത്തു മാറ്റുന്നതിൻ്റെ കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജന്മന ദരിദ്രനായ ഒരാൾ, അങ്ങനെ ഉണ്ടല്ലോ കുറേ ആളുകൾ. ജനിച്ചത് പാവപ്പെട്ട വീട്ടിലാണ്, കിടക്കാൻ ഇടമുണ്ടായില്ല. അങ്ങനെ വന്ന ആളുകൾ വചനം പാലിക്കാത്തതുകൊണ്ടാണോ വീടെടുത്ത് മാറ്റിയത്? രോഗികളായവർ, ജനിക്കുമ്പോൾ തന്നെ രോഗികളായ കുട്ടികളില്ലേ, അവർ വചനം പാലിക്കാത്തതുകൊണ്ടാണോ അവരുടെ ഈ രോഗാവസ്ഥ? കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളെ കഷ്ടതയിലേക്ക് തള്ളിവിടുമെന്ന് പറയുന്നത് ഒരു ദുഷ്ടനായ ദൈവമല്ലേ? അങ്ങനെ ഒരു ദുഷ്ടനായ ദൈവമാണോ ക്രിസ്തു? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ മനസ്സ് കാണിച്ചൊരു ദൈവത്തിൻ്റെ കാരുണ്യത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ഈ വർത്താനം പറയണേ. നമ്മളെപ്പോലെ ആക്കരുത് ദൈവത്തെ. ആ പറയുന്നയാളുടെ കുറവാണ് ആ പറയുന്നത്, അത് ദൈവത്തിൻ്റെ മുഖമല്ല. പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെട്ടത് അന്നത്തെ ഹൃദയകാഠിന്യത്തിനനുസരിച്ച് അവനെ നിലയ്ക്ക് നിർത്താൻ ആവശ്യമായ പ്രയോഗ വഴിയിലാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് സ്നേഹമാണ്, കാരുണ്യമാണ്. ക്രിസ്തുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പറയണ കേട്ടാൽ തോന്നും വചനം പാലിക്കാത്തവനൊക്കെ ശിക്ഷിക്കപ്പെടും. എവിടെ ശിക്ഷ എന്ന് വെച്ചാൽ ഇവരുദ്ദേശിക്കുന്ന ശിക്ഷ മരണശേഷം അല്ല കേട്ടോ. ഇവിടെ ഭൂമി വെച്ചുള്ള കഷ്ടത, സാമ്പത്തിക തകർച്ച, രോഗം വരുന്നത്, കുടുംബസമാധാനം ഇല്ലാത്ത, ഇതൊക്കെ എന്തുകൊണ്ടുള്ളതാണ്? ഇത് വചനം പാലിക്കാത്തതുകൊണ്ടുള്ളതാണ്. ആർക്കാണ് വചനം അറിയാവുന്നത്? വചനം അറിയാവുന്ന ഒരു 130 കോടി ആളുകൾക്ക്. ബാക്കി ആളുകൾക്കൊന്നും ഇത് ബാധകമല്ല. അപ്പം അവർക്ക് എന്തും ചെയ്യാം. അപ്പം നമ്മൾ ക്രിസ്ത്യാനിയായതൊരു അപകടമായോ? നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്തുള്ള സകല മനുഷ്യർക്കും ഈ ദുരിതങ്ങളുണ്ട്, ഇല്ലായ്മകളുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്. അവയൊക്കെ ക്രിസ്തുവിൽ നമ്മൾ തിരിച്ചറിയുന്നു. രക്ഷയ്ക്ക് അതിനെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും?
അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് വിശ്വാസം എന്നാണ് ഇപ്പോഴത്തെ തെറ്റിദ്ധരിപ്പിക്കൽ. യഥാർത്ഥത്തിൽ ഇതെന്താണ് ഇതിൻ്റെ രഹസ്യമെന്നറിയുന്നു. ഈ മർമ്മം അറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിക്കലാ സുവിശേഷം. അതുകൊണ്ട് വചനത്തെ മനസ്സിലാക്കുമ്പോൾ വചനത്തെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാൻ പറ്റണം. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ വചനം സംഗ്രഹിച്ച് ഹൃദയത്തിനകത്തതിൻ്റെ സമ്പൂർണതയെ നമുക്ക് ഫലപ്രാപ്തിയിലെത്തിക്കാൻ പറ്റണം. സ്നേഹത്തിൽ അങ്ങനെ ഉറയ്ക്കുമ്പോൾ ആത്മാവിൻ്റെ 12 ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടും. അല്ലാതെ പണം ഉണ്ടാവും അല്ലട്ടോ പറഞ്ഞേക്കണത്. വചനം നിങ്ങൾ പാലിച്ചാൽ, വചനം നിങ്ങൾ സ്വീകരിച്ചാൽ, വചനം ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലം 12 ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിങ്ങനെ 12 ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടുമെന്നാണ് വചനം പറഞ്ഞേക്കണേ. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. ക്രിസ്തുവിലാവുമ്പോൾ നല്ല വൃക്ഷമാവും, നല്ല ഫലം പുറപ്പെടുവിക്കും. അത് ഈ 12 ഫലങ്ങളാണ്. വെളിപാട് ഗ്രന്ഥം പറയുന്നത് പോലെ ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത ഫലങ്ങൾ, എന്നേക്കുമുള്ള ഫലങ്ങൾ, നിത്യതയുടെ ഫലങ്ങൾ. അപ്പം അതുകൊണ്ട് കേവലമായ ലൗകിക താല്പര്യങ്ങളാണ്. വചനം പാലിച്ചാൽ ലൗകിക ലോകം സുഖകരമാകും, സമ്പത്ത് നശിക്കില്ല, രോഗം വരില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ശുദ്ധ അബദ്ധമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ എന്താണ് കരുതേണ്ടത്? വചനം നമ്മൾ സ്വീകരിക്കുന്നത് ദൈവം നമുക്ക് എന്നുള്ള ദാനമാണ്. മർക്കോസ് 4:11 പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വരം നിങ്ങൾക്കാണല്ലോ ലഭിച്ചിരിക്കുന്നത്, നമുക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വചനമാകുന്ന ക്രിസ്തുവിനെ ഉപമകൾക്കകത്തു നിന്നും സംഭവങ്ങൾക്കകത്തു നിന്നും പ്രബോധനത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ് സ്നേഹമായ കൽപ്പനയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ രക്ഷയുടെ ജീവിതത്തിൽ പ്രവേശിക്കും. രക്ഷാകരമായ വഴിയിലാണ്. അതുകൊണ്ട് ഭയക്കണ്ട. ഒരു തകർച്ചയും നിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ തകർച്ചകൾക്കകത്തൊളിഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യത്തിൻ്റെ ശക്തിയാണ് നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് ഭയപ്പെട്ട് ശിക്ഷിക്കപ്പെടുമല്ലോ, ഈ കഷ്ടതകളൊക്കെ വരുന്ന ശിക്ഷയാണെന്ന് ധരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവവചനം ഉരുവിടാമെന്ന് കരുതരുത്. ദൈവവചനത്തെ അങ്ങനെ ഉപകരണാത്മകതയിലേക്ക് കൊണ്ടുപോകരുത്. വചനം പ്രക്രിയാപരമായൊരു കാര്യമാണ്. ദൈവം രക്ഷിക്കുന്നു എന്ന യേശുനാമത്തിൻ്റെ പ്രക്രിയാപരമായ ഇടപെടലാണ് വചനത്തിലുള്ള ജീവിതം. അപ്പം അങ്ങനെ വചനത്തെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതിവിടെ അവസാനിക്കുന്നില്ല, മനസ്സിലാക്കൽ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് തുടരാം. വീണ്ടും അടുത്ത ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴമായി നമുക്ക് ചിന്തിക്കാം. ഈ വചനം കേൾക്കുകയും ഇത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതണം. സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കാൻ പറ്റും. സഭാ ശരീരത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനകത്തും ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹം കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ദുഃഖത്തിൽ നിന്നും മാനസികമായ അസ്വസ്ഥതകളിൽ നിന്നും വിമോചനം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ അനുഗ്രഹപ്രദമായി മാറും. വിജയം വരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദൈവം നമുക്ക് എല്ലാ കഴിവും തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിജയം നമ്മുടെ പക്ഷത്താണ്. വിശ്വാസത്തോടെ നമുക്ക് ഈ യാത്ര തുടരാം. നിങ്ങൾക്കാവും വിധം ഇത് ഷെയർ ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.